ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ കാർബറേറ്റർ കഴിച്ച് ക്ലീനറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കി. എന്നിട്ടും ഓവർഫ്ലോ കംപ്ലൈൻറ്റ് മാറുന്നുണ്ടായില്ല. പെട്രോൾ അതിൻ്റെ കാർബറേറ്ററിനകത്ത് തന്നെ ഫ്ലോട്ട് യൂണിറ്റൊക്കെ ഫ്ലോട്ടിൻ്റെ വാൽവൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്താൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ്സ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ യൂസ് ചെയ്യണ ഒട്ടുമിക്ക വണ്ടികളും ഫേസ് ചെയ്യണ ഒരു മെയിൻ കംപ്ലൈൻറ്റാണത്. എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വന്ന ഒരു പ്രോബ്ലംസാണത്. ഓട്ടം കുറവാണെങ്കിൽ 100% കംപ്ലൈൻ്റ് ആണ്. ഓട്ടം അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെങ്കിലും പോലും ഏകദേശം ഒരു 80% കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെട്രോൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ചോദിക്കും പെട്രോൾ ഉപയോഗിക്കാണ്ട് അതിൻ്റെ വണ്ടി ഓടിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒരു ആൻസർ നമുക്ക് പറയാനില്ല. ഇപ്പോൾ വന്ന വണ്ടി ഒരു 10 വണ്ടി വന്ന് 8 വണ്ടിയും കാർബറേറ്റർ മാറ്റി തന്നെയാണ് പോണേ. കാരണം ഏതാണ്ട് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പെട്രോൾ ഓവർഫ്ലോ വന്നിട്ടുണ്ടോ കാർബറേറ്റർ മാറ്റി വയ്ക്കുക, റിപ്പയർ ചെയ്ത് ആ ആശളയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അപ്പോൾ നമ്മളെന്നാലും ഇതിന് നല്ല വില വരുന്നത് 5000 ചില്ലാണ്ട് വില വരുന്ന സംഭവമാണ് കാർബറേറ്റർ അസംബ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീനർ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി മാക്സിമം. അപ്പോൾ ഒരു ക്ലീനറൊക്കെ മേടിച്ച് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ക്ലീനറുടെ പൈസ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ലോസാണ്, പൈസ കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏകദേശം 5000 രൂപ റേറ്റ് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ സെയിം പെട്രോൾ തന്നെയാണ്. അപ്പോൾ അത് മേടിച്ച് വെക്കണമെങ്കിൽ യാതൊരുവിധ കഥയില്ല. കാരണം കാർബറേറ്റർ അസംബ്ലി നമ്മൾ അവിടെ നിന്ന് മേടിച്ച് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ തന്നെ പിന്നെ അവർ വാറണ്ടി ചെയ്തില്ല. അതാണ് അവസ്ഥ. അതിപ്പോൾ കമ്പനി ആയിട്ടായാലും അല്ലാത്ത ആയിട്ടായാലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഷൈന് സ്പാക്കോ എന്ന് പറയുന്ന കമ്പനി ഒരു കാർബറേറ്റർ ഇറക്കിയിട്ടുണ്ട്. ഞാനത് കമ്പനിയുടെ പ്രൊമോഷൻ കിട്ടിയിട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, നിവൃത്തിയേട് കൊണ്ട് മേടിച്ച് വെച്ചാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി കസ്റ്റമർ കണ്ടിരിക്കുക, നമ്മൾ ഈ ഒരു ഐറ്റം തന്നെ മേടിച്ച് വെച്ചാൽ. അപ്പോൾ ചോദിക്കും എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വെച്ചേക്കണേന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ഈ സാധനം വെച്ചാലും ഈ സാധനം വെച്ചാലും കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് 100%, 110% ഉറപ്പാണ് കംപ്ലയിൻറ്റ് വരും. പിന്നെ എത്രത്തോളം കാലാവധി നമുക്ക് കിട്ടും എന്നുള്ള കേസാണ് നമുക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇരിക്കുന്ന പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ അടിഭാഗം ദ്രവിച്ചു പോവാണ്. അപ്പോൾ എനിക്ക് ഈ കാർബറേറ്ററും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിൻ്റെ അടിയിൽ പെട്രോൾ വന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ ചേമ്പർ. സ്പാക്കോയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരല്പം കംപ്ലയിൻറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ പെട്രോൾ അത്രയും കുറച്ചാണ് അതിനകത്ത് കിടക്കുള്ളൂ. അപ്പോൾ അത്രയും പതുക്കെയാണ് കംപ്ലയിൻ്റ് ആവുള്ളൂ. കംപ്ലയിൻ്റ് ആവും, പക്ഷേ അത്രയും പതുക്കെ കംപ്ലയിൻ്റ് ആവാനാണ് സാധ്യതയുള്ളൂ. പിന്നെയുള്ളത് ഈ വാക്യൂം പിസ്റ്റനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് വാക്യൂം പിസ്റ്റൺ വന്നിട്ടുണ്ട്. സ്പാക്കോയ്ക്ക് അതല്ല, ത്രോട്ടിൽ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടും. പിന്നെ ഷൈൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം കാർബറേറ്റർ ട്യൂൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, കമ്പനി ഐറ്റം വെച്ചിട്ട്. പക്ഷേ ഇതിന് അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ട്യൂൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം അതിന് കിട്ടും. കംപ്ലയിൻറ്റ് വരും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ നമുക്ക് എത്രത്തോളം കാലാവധി കിട്ടും എന്നുള്ള ദിവസമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സിനകത്ത് നമ്മൾ വെച്ചേക്കണേ, അതിന് അതിൻ്റേതായിട്ടുള്ള വിലയുള്ളൂ. നമുക്ക് 2674 രൂപ ഐറ്റത്തിന് വില വരുന്നുള്ളൂ. മറ്റേത് ഏകദേശം 5 രൂപ അടുത്ത് വരും, 5000 രൂപ അടുത്ത് വരും. അത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് നോക്കുമ്പോഴതിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ വണ്ടി നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് എടുക്കാം. ഓക്കെ.